ഇനി കഴിഞ്ഞില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ജനങ്ങൾ അള്ളാഹുവിലേക്ക് അടുത്ത് അവർ പഠിച്ച ദീനനുസരിച്ച് ഉലമാ പറഞ്ഞത് കൊടുത്തതനുസരിച്ച് കർമ്മങ്ങൾ ചെയ്ത് വിശ്വാസം ദൃഢപ്പെടുത്തി കർമ്മങ്ങൾ ചെയ്ത് നിസ്കാരവും നോമ്പും ഹജ്ജും സകാത്തുമായി അവർ മുന്നോട്ട് പോയി ആഖിറം രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഈ മൗലവിമാര് കടന്നു വന്ന് ജനങ്ങളെ പിഴപ്പിക്കുന്നു. നിങ്ങൾക്ക് ഒരു വലിയ റമദാനിൽ നിങ്ങൾ നോമ്പനുഷ്ഠിച്ചിരിക്കെ വെള്ളം തന്നാൽ ആ വലിയ തന്ന വെള്ളം കുടിച്ചാൽ നോമ്പ് മുറിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ നൗഷാദേ? കുരുവട്ടൂരികൾ പറഞ്ഞിട്ടില്ലേ? റമദാൻ ഷരീഫിന്റെ പകലിൽ ഷെയ്ഖ് തന്ന വെള്ളം കുടിച്ചാൽ നോമ്പ് മുറിയില്ല. ഇത് ഏത് ഇമാം എവിടെ പറഞ്ഞു? ഈ കളവ് മഹാന്മാരായ ഔലിയാക്കളെ സംബന്ധിച്ച് നിങ്ങൾ ഈ പറയുന്ന കളവുകൾ എന്തടിസ്ഥാനത്തിലാണ് ഈ കളവുകൾ പറയുന്നത്? ഏത് ഇമാമാണ്, ഏത് ഫിഖഹിന്റെ കിതാബിലാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് ചോദിച്ചിട്ട് ഇന്ന് വരെ ഒരു ഫിഖഹിന്റെ കിതാബ് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എവിടെയാണ് ഇബാറത്ത്? എൻ്റെ 8ാമത്തെ ചോദ്യം അതാണ്. റമദാനിൽ ഷെയ്ഖ് തന്ന വെള്ളം കുടിച്ചാൽ കുടിച്ചവന്റെ നോമ്പ് മുറിയില്ല എന്ന് നിങ്ങൾ പറഞ്ഞത് ഏത് ഇമാം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ്? നൗഷാദ് പറയട്ടെ. അപ്പോൾ ഒരു വലിയ നോമ്പിന്റെ അവസ്ഥയിൽ വെള്ളം കുടിച്ചു എന്ന് പറഞ്ഞാൽ നോമ്പ് നിങ്ങൾ ആ പറഞ്ഞതിനെയാണ് ഞാൻ വിശദീകരിച്ചത്. നിങ്ങൾക്ക് ആ വലിയ യഖീനുണ്ടെങ്കിൽ അയാൾ ദീനിനെതിരായി പറയില്ലാന്ന് ഉറപ്പാണല്ലോ. ദീനിനെതിരായി പറയുന്ന നിസ്കാരമാണ് ഇതിന് പറ്റൂല. അതായത് ഒരു വലിയന്റെ കൂടെ നടക്കുന്ന ആദ്യത്തെ ഷർത്ത് ആ വലിയുള്ള ഉറപ്പാണ്. ആ വലിയിൽ ഉറപ്പില്ലാത്തവരാണ് പോകണ്ട. വലിയ ഉറപ്പുള്ളവർ പോയിക്കോട്ടെ. അവര് പറഞ്ഞ നിർദ്ദേശം അനുസരിച്ച് കുടിച്ചാൽ മുറിയില്ല എന്ന് പറഞ്ഞു തീർത്തു പറഞ്ഞല്ലോ. കണ്ടില്ലേ? ഒരു വലിയ പൂർണ്ണമായും വലിയാണെന്ന് ഉറപ്പായിരിക്കെ ആ വലിയന്റെ നിർദ്ദേശമനുസരിച്ച് റമദാൻ പകലിൽ വെള്ളം കുടിച്ചാൽ നോമ്പ് മുറിയൂല. ഇത് നൗഷാദ് പറഞ്ഞതല്ലേ? ഇതിനെ നിഷേധിച്ചില്ലേ മൗലവി? അതിനെ നിഷേധിക്കാൻ പറ്റുമോ? ഇവിടെ ക്ലിപ്പുള്ളതല്ലേ? താങ്കൾ പറഞ്ഞതല്ലേ? ഒരു വലിയ തന്ന വെള്ളം കുടിച്ചാൽ ആ കുടിച്ചവന്റെ നോമ്പ് മുറിയില്ല. ഇത് ഏത് ഫിഖഹിന്റെ കിതാബിൽ പറഞ്ഞു? ഏത് കിതാബിൽ പറഞ്ഞു? ധൈര്യമുണ്ടോ അതിൻ്റെ ഇബാറത്ത് കാണിക്കാൻ? വെല്ലുവിളിക്കുകയാണ്. ഞാൻ ഈ ചോദിച്ചതൊക്കെ വെല്ലുവിളിയാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെല്ലുവിളിക്കുന്നു എന്ന് വരണ്ടാച്ചിട്ടാ. ഇതൊക്കെ എത്ര കാലമായി ചോദിക്കുന്നു. ഈ ഇബാറത്തുകളൊക്കെ എവിടെ പോയി? എന്തേ കാണിക്കാൻ കഴിയാത്തത്? പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനെ മഹാന്മാരായ അല്ലാഹുവിൻ്റെ ഔലിയാക്കളെ സംബന്ധിച്ച് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അബദ്ധങ്ങൾ എന്തൊക്കെയാണ്? ഒരു വലിയന് റമദാനിൽ നോമ്പ് വേണ്ട, വലിയ വെള്ളം കൊടുത്ത ആൾക്ക് ആ വെള്ളം കുടിച്ചാലും നോമ്പ് മുറിയൂല. അപ്പം ഈ മൗലവിമാരൊക്കെ റമദാനിൽ കുരുവട്ടൂർ ആലയത്തിൽ വന്നിരുന്ന് കോമാട്ടുചാലിൽ അബ്ദുള്ള കൊടുക്കുന്ന ചിക്കൻ ബിരിയാണി കഴിച്ചിങ്ങനെ ഇരിക്കുക. എന്നിട്ടോ നോമ്പുകാരാണ് ഇവരൊക്കെ, നോമ്പ് പറഞ്ഞിട്ടില്ലല്ലോ. ഇതിനല്ലേ മൗലവി ശരീഅത്തിന് വിരുദ്ധമായ തോന്നിവാസങ്ങൾ ചെയ്യുന്നതിന് മഹാന്മാരായ ഇമാമുകളുടെ പേരിൽ നടത്തിയ കളവുകളല്ലേ ഇതെല്ലാം? ഈ ഇബാറത്തുൽ ഏത് ഇമാമുകൾ പറഞ്ഞു എന്ന് നിരന്തരം നമ്മൾ ചോദിച്ചിട്ട് അങ്ങനെ ഒരു ഇബാറത്ത് ഇതുവരെ വായിച്ചിട്ടുണ്ടോ നൗഷാദേ? അപ്പം അതുകൊണ്ട് എൻ്റെ 8ാമത്തെ ചോദ്യമാണ്, വലിയ തന്ന വെള്ളം ഭക്ഷണം കഴിച്ചാൽ നോമ്പ് മുറിയില്ല എന്ന് ഏത് ഇമാം ഇവിടെ പറഞ്ഞു? കിതാബിൻ്റെ ഇബാറത്ത് കൊണ്ടുവാ.